വെറും 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്താലോ? സോ മിക്ക പേരും തിങ്ക് ചെയ്യുമായിരിക്കും, ഇവൻ എന്തുവാ ഈ പറയുന്നത്, വെറും 7 ദിവസം കൊണ്ട് നമ്മുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. സോ അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഈ വീഡിയോക്ക് ഞാൻ വെറും 400 ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗയ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ചെയ്താലോ? സോ അതിനുവേണ്ടി സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗയ്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡ് അതിലോട്ട് സെറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമുക്ക് ആത്മാർത്ഥമായിട്ട് വേണമെങ്കിൽ നമ്മുടെ മൈൻഡ് അതിലോട്ട് കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ അതിലോട്ട് നിങ്ങളുടെ മൈൻഡിനെ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും എഴുന്നേൽക്കുന്നത് ഈ 7 മണി 8 മണി ഈ ടൈമിലൊക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത്. നമ്മൾ മാക്സിമം അതിരാവിലെ എഴുന്നേൽക്കാൻ നോക്കുക. നമ്മൾ ഒരു കാര്യം നമുക്കിപ്പോൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ മാക്സിമം നേരത്തെ എണീക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ എണീറ്റതിന് ശേഷം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതെ ഫോൺ മാറ്റി വെച്ചിട്ട് കുറച്ചു നേരം നിങ്ങൾ അതൊന്ന് സൈലന്റ് ആയിട്ടിരിക്കുക. കാരണം നമുക്ക് ഈ അതിരാവിലെ എന്ന് പറയുമ്പോൾ ഒരു സൈലന്റ് വേൾഡ് ആണ്. സോ കുറച്ചു നേരം നമ്മുടെ ബ്രെയിനിന് കുറച്ച് സൈലൻസ് കൊടുക്കുക. കാരണം നമ്മളുടെ ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും അതിന് 100% നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ അതിരാവിലെ എഴുന്നേറ്റ് ഈ ഫോണും പിന്നെ അതുപോലെ തന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ അതിരാവിലെ എഴുന്നേറ്റ് ഈ പല്ലൊക്കെ തേച്ചതിന് ശേഷം വെളിയിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് സൈലന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ഗോളിലോട്ട് ഫോക്കസ് ചെയ്യുക. ഞാനപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്ത് മൈൻഡ് അതിലോട്ട് കൊണ്ടുവരണമെന്ന്. എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ ഈ അതിരാവിലെ എഴുന്നേൽക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ കുറച്ചു നേരം നിങ്ങൾ സൈലന്റ് ആയതിനു ശേഷം ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളതെന്ന് നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക. എന്നിട്ട് അതിനെല്ലാം ഒരു പേപ്പർ എടുത്ത് അതിലോട്ട് എഴുതി വെക്കുക. ഇന്ന് എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അത് നിങ്ങൾ ഇന്നത്തെ ദിവസം അച്ചീവ് ചെയ്യാൻ നോക്കുക. കാരണം ഇങ്ങനെ നമ്മൾ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ഈ പേപ്പർ എടുത്ത് എഴുതേണ്ട കാര്യം വരത്തില്ല. കാരണം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യാനുണ്ടോ അത് നമ്മുടെ ബ്രെയിനിലോട്ട് തനിയെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. സോ ഈ കാര്യം കൊണ്ട് നമ്മുടെ ബ്രെയിനിന് കുറച്ച് ഫോക്കസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യും. സോ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ടിനെ വിളിക്കണം, പക്ഷെ അപ്പം നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നിങ്ങളുടെ ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമുക്ക് അവിടെ ഓർമ്മ വരും. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേക്കും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നും. അപ്പോൾ ആ മനസ്സിൽ തോന്നുന്ന കാര്യം ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം ചെയ്തതിന് ശേഷം മറന്നു പോകാതെ നമുക്ക് ആ എഴുതി വെച്ച കാര്യത്തിന് വേണ്ടിയും കൂടി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി വെക്കുക. ഇതുവഴി നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ഷാർപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും വർക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വന്നതിന് ശേഷം ഇന്ന് നിങ്ങൾ എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഇനി എന്താണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതുക. കാരണം ഇതുവഴി നമ്മൾ ഈ രാവിലെ നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇന്ന് എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ എഴുതി വെച്ചല്ലോ. അതിൽ നിന്നും നിങ്ങൾ എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്തെന്ന് നിങ്ങൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ടിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇനി എന്തെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അത് നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുക. അത് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാത്ത കാര്യം നാളത്തേക്ക് മാറ്റി വെക്കുമ്പോൾ നാളെ കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യം പ്ലസ് ഇന്ന് നിങ്ങൾ മാറ്റി വെച്ച കാര്യം കൂടി നാളെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു ബെഡ് ടൈം സെറ്റ് ചെയ്യുക. ബെഡ് ടൈം മീൻസ് നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങുന്നത് പല ടൈമിലായിരിക്കും. ചിലവരൊക്കെ ഫോണൊക്കെ യൂസ് ചെയ്ത് തനിയെ ഉറങ്ങിപ്പോകും. ചിലവർ അല്ലാതെയൊക്കെ ഉറങ്ങുന്നതിന് ഒരു നിശ്ചിത ടൈം ഒന്നും കാണത്തില്ല. സോ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ഒരു ടൈം ഫിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ ടൈമിന് നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ ഒരു കാര്യം ഇൻജക്ട് ചെയ്യുകയാണ്. എനിക്ക് ഇന്ന ടൈമിൽ ഉറങ്ങണം, എന്നിട്ട് എനിക്ക് ഇന്ന ടൈമിൽ എണീക്കണം. മാക്സിമം നിങ്ങൾ ഒരു 9 മണിക്കൊക്കെ നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ അതിരാവിലെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങളുടേതായ വർക്കിന് വേണ്ടി ഫോക്കസ് ചെയ്യാൻ
സാധിക്കുകയുള്ളൂ. സോ ഇങ്ങനെ നിങ്ങൾ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. സോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നിങ്ങൾ ഉടനെ വന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം എനിക്ക് അറിയണമല്ലോ ഞാൻ ഈ പറഞ്ഞു തന്നതിൽ കൂടി എത്ര പേരുടെ ലൈഫിലാണ് കുറച്ച് ചേഞ്ചസ് വന്നതെന്ന് അറിയാൻ വേണ്ടി. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുക. സോ നമ്മുടെ ലൈഫിൽ മടി പിടിക്കാതെ നമ്മൾ നമ്മളുടേതായ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.